ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സര രംഗത്ത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 11ാം വാർഡിൽ EV നൌഷാദ് ജനവിധി തേടും. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി PV അൻവർ വരുമെന്നും നൌഷാദ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ 5 വർഷം ഭരിച്ചു ഈ LDF. അറിയാം, ഈ 5 വർഷം വെറും പോരായ്മകളും കുറെ പദ്ധതികളൊക്കെ നടപ്പാക്കി. അവർക്ക് കുട്ടിയാഘോഷിച്ച് ഉദ്ഘാടനങ്ങളും, ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം, അതുപോലെ റോഡ് വികസനം എല്ലാവർക്കും നോർമലാണ്. അതൊക്കെ എല്ലാ ജനങ്ങൾക്കും അറിയാം. കാലാകാലങ്ങളിൽ വരുന്ന പരിഷ്കാരങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അതങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ കാലത്തിനനുസരിച്ച് ഡ്രസ്സ് മാറില്ലേ, അതേപോലെ അത് 10 കൊല്ലം ഇത് ചെയ്തില്ല, 20 കൊല്ലം അതായിരുന്നു, ഇപ്പൊ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ല പറയേണ്ടത്. നമ്മൾ ആ കാലത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമുക്കൊരു വികസനം എന്ന് പറയുന്നത്. അതേപോലെ ഇവിടുത്തെ യുവജന ചെറുപ്പക്കാരെ വളരെ പിന്നോട്ടായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ PSC കോച്ചിങ് ഇതിന്റെ കുറെ അജണ്ടകളുണ്ട് എനിക്ക്. കാരണം ഞാൻ പുതുതായിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതെങ്കിൽ എനിക്ക് ഞാൻ സ്വതന്ത്രനായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എനിക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട്, എനിക്ക് ധൈര്യം തരുന്ന ഒരു നേതാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. PV അൻവർ എന്നാണ് MLA, നിലമ്പൂർ ex-MLA. പുള്ളിയാണ് എൻ്റെ ഒരു നേതാവായിട്ട് കേരളത്തിലുള്ളത്. പുള്ളിക്ക് അറിയാം, പുള്ളിൻ്റെ ഇമേജ് നിങ്ങൾക്ക് അറിയാം, ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയും അറിയാം. എങ്ങനെയാണ് പുള്ളി ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ചത്, ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തുപോയി എല്ലാ കാര്യങ്ങളും എനിക്കൊന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാ കാര്യങ്ങളും അതൊക്കെ ഞാൻ മാതൃകയായിരിക്കും. കാരണം പല നേതാക്കളെയും പഠനം നമുക്ക് പഠനമാണ്. അതൊരു സ്കൂളാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാം നമുക്കറിയില്ല. ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ളൂ ഈ രാഷ്ട്രീയത്തെ പറ്റി കൂടുതൽ അറിയാൻ, മനസ്സിലാക്കാൻ ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ ഞാനതിനെ മനസ്സിലാക്കി ഇപ്പോഴത്തെ പഠനം വെച്ച് ഇപ്പോൾ ഈ ഒരു മാസം ആ ട്രീറ്റ്മെന്റിൽ പോയി കിടക്കുന്നത് വളരെ ഫ്രീ ആയിരുന്നു. ഞാൻ ബിസിനസ് മൈൻഡ് എല്ലാം സൈലന്റ് ആയിരുന്നു. ഈ കാര്യങ്ങൾ മാത്രം എങ്ങനെയാണ് ഇവിടെ ഞാനൊരു സമൂഹത്തിൽ ഇറങ്ങേണ്ടതെന്നുള്ള ഉദ്ദേശമായിരുന്നു. ഞാൻ 15ാം വാർഡിൽ നിൽക്കാൻ കാരണം ഇവിടെയും മാറി മാറി വരുന്ന മെമ്പേഴ്സാണ്. നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഉച്ചയ്ക്കും ചെയ്യുന്നില്ല. പല കാര്യങ്ങളിലും വീക്കാണ്. കാരണം വെള്ളമാണെങ്കിലും, കുടിവെള്ളമാണെങ്കിലും, അതേപോലെ ഇലക്ട്രിസിറ്റി, നമ്മുടെ റോഡ് വികസനം, മെറ്റൽ, അത് അവരവരെ ഓരോ അജണ്ടകളുണ്ട്. ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ. ഇപ്പോൾ ഇന്നലെ ഒരു യൂണിയന്റെ പ്രതിനിധി പറയുന്ന കേട്ടു, ഞങ്ങൾക്ക് വന്നാൽ രാഷ്ട്രീയം നോക്കില്ല, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൊതു ഇതാണ്. പക്ഷെ അത് നോക്കുന്നില്ല. 36 കൊല്ലമായിട്ട് ഒരു കുടുംബിനിക്ക് ഒരു വീട് ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു ഞാൻ ഇന്നലെ. പക്ഷെ എന്തുകൊണ്ട് ഇവർ മാറി മാറി 5 കൊല്ലം വന്നിട്ടും അവർ ഏറ്റെടുത്തില്ല. ഈ പരാതികളും അവരും കാട്ടുന്നത് ഇവർ തുറന്നു കാട്ടും, ഇവർ കാണിക്കുന്നത് ഇവർ തുറന്നു കാട്ടും. പക്ഷെ ജനങ്ങൾക്ക് ഉപകാരത്തുന്നില്ല. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലും സന്ദർശിച്ചു. ഈ വരുമാനം കുറിച്ച് 26 മൈൽ, മാങ്ങോട്, കാക്കത്തോട്, അങ്ങനെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ പ്രശ്നങ്ങളാണ്. ക്ഷേമനിധി പ്രശ്നങ്ങൾ, വാർദ്ധക്യ പ്രശ്നം, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും, മാലിന്യ പ്രോബ്ലംസ്. അങ്ങനെ എനിക്ക് പുതിയതാണ്. പക്ഷെ ഇന്ന് അറിയില്ല അവർ എന്താണ്, ഞാൻ ആരാണെന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ തുറന്ന മനസ്സ് കണ്ടപ്പോൾ എന്നോട് ഓപ്പണായി സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് അനൗൺസ് ചെയ്തത്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ അത് സ്ട്രോങ് ആക്കാം എന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറക്കാൻ പോകുന്നുണ്ട് ചെറുപ്പശ്ശേരിയിൽ. അതിൻ്റെ ഉദ്ഘാടനം PV അൻവർ MLA ആയിരിക്കും. അത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് പാലക്കാട് വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ പോവാണ്. പിന്നെ ഇത്രയാണ് എനിക്കിപ്പോൾ ചുരുക്കം പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അറിയാവുന്ന രൂപത്തിൽ മറുപടി പറഞ്ഞിട്ട് ഞാൻ എല്ലാ വിഷയങ്ങളും എത്തിക്കാം.